സംസ്ഥാനത്തെ വേഗപ്പൂട്ട് വിച്ഛേദിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വേഗപ്പൂട്ട് പരിശോധന സംസ്ഥാനത്തുടനീളം തുടരും. ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പള കുടിശ്ശിക ഉടനെ നൽകുമെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് വേഗപ്പൂട്ട് വിച്ഛേദിച്ച ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് മന്ത്രി തന്നെ നേരിട്ടിടപെട്ടു. വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്നതിന് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കും. പുതിയ വാഹനങ്ങളിൽ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. ഇവ വിച്ഛേദിക്കുന്നത് കമ്പനിയാണെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് റദ്ദു ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഓവർലോഡല്ല ഓവർ സ്പീഡാണ് അപകടമുണ്ടാക്കുന്നതിന് കാരണം. വേഗപ്പൂട്ട് പരിശോധന സംസ്ഥാനത്തുടനീളം തുടരുമെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. കർശനമായിട്ട് പിടിക്കും. ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ പിടിച്ചത് ഈ ടിപ്പർ ലോറിയാണ്. എല്ലാ ടിപ്പറും 9 ടിപ്പർ പരിശോധിച്ചാൽ 9ലും വേഗപ്പൂട്ട് അയച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം തിരിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു ഗ്യാങ് ഉണ്ട്, ഏജൻസി ഒരു ഗ്യാങ് ഉണ്ട്. അവരെ പിടിക്കും. ഞങ്ങൾ പിടിച്ച് അവരെ ക്രിമിനൽ കേസ് പ്രതിയാക്കി അകത്താക്കും. കമ്പനിയാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഡീലർഷിപ്പ് റദ്ദാക്കും. KSRTC ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പള കുടിശ്ശിക ഉടനെ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2 മാസത്തിനുള്ളിൽ ജീവനക്കാർക്ക് മാസാദ്യം തന്നെ ശമ്പളം നൽകും. ഇതിനായി മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച നടക്കുകയാണ്. എല്ലാം കൂടെ ഉടനെ കൊടുക്കും. പക്ഷേ അതൊരു സംവിധാനം ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മൾ റെഗുലറായിട്ട് ആദ്യം തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ചർച്ചകൾ അതിൻ്റെ ഒരു ഏറ്റവും ഉന്നതമായൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഗ്രാമങ്ങളിലൂടെ ഓടുന്നതിന് സംസ്ഥാനത്ത് 300 KSRTC മിനി ബസ്സുകൾ വാങ്ങും. സ്ത്രീകൾക്കും ഈ ബസ് ഓടിക്കാം. എല്ലാ പഞ്ചായത്ത് റോഡുകളിലും ബസ്സുകൾ ഓടിക്കുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ KSRTCയിൽ ബസ്സുകൾ കഴുകുന്നതിന് ഹൗസ് ക്ലിപ്പിംഗ് ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവർ ബസ്സിന്റെ വൃത്തി പരിശോധിക്കും. സംസ്ഥാനത്ത് വലിച്ചുവാരി റൂട്ട് പെർമിറ്റ് നൽകുന്നത് ഒഴിവാക്കും. ഇതിനായി MLA മാർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ കൊല്ലം.